ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നയന നമ്മുടെ ആദർശിൻ്റെ റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക്, അതായത് നയന ആദ്യം കിടന്നിരുന്ന ആ ഒരു റൂമുണ്ടല്ലോ, ആ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആദർശ് തന്നെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആദർശിനോടൊപ്പം തുടരേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നയന ആ റൂമിലേക്ക് താമസം മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അനന്തപുരിയിലെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ്. അപ്പോൾ നയന റൂമിലിരുന്നിട്ട് ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവ് തന്നെ അംഗീകരിച്ചിട്ടില്ല, തൻ്റെ അമ്മായിയമ്മയും തന്നെ അംഗീകരിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ കടിച്ചു തൂങ്ങുന്നതിലും നല്ലത് തിരിച്ചു പോകുന്നതല്ലേ, അല്ലെങ്കിൽ ഒന്ന് ചത്ത് കളഞ്ഞിരുന്നെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയനയുടെ മനസ്സിലൂടെ പോവുകയാണ് കേട്ടോ. അതേസമയം തന്നെ നയന ചിന്തിക്കുകയാണ്, അല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും. മാത്രമല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മുത്തശ്ശന് അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതിയാണ് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും എനിക്ക് മനസ്സിന് സമാധാനം എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ മുത്തശ്ശൻ്റെ അനുവാദം എനിക്ക് ആവശ്യമാണ് എന്നിങ്ങനെ നയന ചിന്തിക്കുകയാണ്. എന്നിട്ട് നയന എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശനെ നയനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ മുത്തശ്ശൻ വാ മോളെ, നയന മോളെ ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ നയന മുത്തശ്ശൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട്. മുത്തശ്ശനോട് നയന പറയാണ്, മുത്തശ്ശ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്കതിനുള്ള അനുവാദം തരണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നയന മോൾക്ക് എന്ത് കാര്യം മുത്തശ്ശനോട് പറയാനുള്ളതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി നയനയോട് ചോദിക്കുകയാണ്, എന്താ നയന മോളെ, ആദർശം നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, അതുകൊണ്ടാണോ നിൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, അതൊന്നുമല്ല, ഞാൻ വേറൊരു കാര്യം പറയാനായിട്ടാണ് മുത്തശ്ശി വന്നതെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയന പറയുകയാണ്, ഞാനും ആദർശേട്ടനും ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ല. ഈ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും ആദർശേട്ടൻ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഇത്രയും നാൾ ആദർശേട്ടനെ മനസ്സിലാക്കിയെങ്കിലും ആദർശേട്ടൻ്റെ ഒരു തരി പോലും എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ റൂമിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ തുടരുന്നത്? ആദർശേട്ടന് ഞാൻ ആ റൂമിലുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അത് എല്ലാവർക്കും വേണ്ടി, മുത്തച്ഛന് വേണ്ടി ആദർശേട്ടൻ പറയാത്തത് തന്നെയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ റൂമിൽ തുടരാനായിട്ട് സാധിക്കില്ല. എനിക്കും ഭയങ്കരമായിട്ട് വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം മാനസികമായിട്ടോ ഒരടുപ്പും ഇല്ലാതെ ഒരേ റൂമിൽ തന്നെ തുടരുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അതുകൊണ്ട് തന്നെ മുത്തച്ഛ, ദയവേത് ഞാൻ വന്ന സമയത്ത് എനിക്ക് തന്ന ആ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ, അത് തന്നെ എനിക്കിനിയും തന്നാൽ മതി. ഞാൻ അവിടേക്ക് താമസം മാറ്റിക്കോളാം, ഞാൻ അവിടെ കിടന്നോളാം. ദയവേത് എനിക്ക് ആദർശേട്ടൻ്റെ റൂമിൽ കിടക്കണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ്, എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുത്തശ്ശന് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ്. നീ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളാണ്. എന്നിട്ട് നീ ഒരു സൗകര്യമില്ലാത്ത ഒരു റൂമിൽ കിടക്കുമോ? അങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ മോളെ? ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. നീ ആദർശിൻ്റെ കൂടെ തന്നെ കഴിയണം. ഇപ്പോഴുള്ള അവൻ്റെ ദേഷ്യമെല്ലാം കുറച്ച് നാൾക്കുള്ളിൽ അത് മാറിക്കോളും. അപ്പോഴേക്കും നയന പറയാണ്, മുത്തശ്ശ ദയവേത് ഇനി എനിക്ക് ആദർശേട്ടൻ്റെ റൂമിൽ താമസിക്കേണ്ട. കാരണം ആദർശേട്ടൻ എന്നെ കാണുമ്പോഴെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ഭാര്യ എന്ന് തന്നെ അംഗീകരിക്കുന്നത് പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അല്ലാതെ ആ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ല മുത്തശ്ശ. അപ്പോൾ പിന്നെ ആദർശേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ദയവേത് ഞാൻ ആ സ്റ്റോർ റൂമിൽ തന്നെ കിടന്നോളാം. ഇതിന് മറുവാക്ക് പറയരുത് മുത്തശ്ശ എന്ന് പറയാണ്. അതേസമയം തന്നെ മുത്തശ്ശനോട് പറയാണ്, ഇപ്പോൾ നയനമോള് പറഞ്ഞ കാര്യത്തോടെ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ എന്നേക്കുമായിട്ട് അവൾ സ്റ്റോർ റൂമിൽ കഴിയാമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് അവൾ സ്റ്റോർ റൂമിൽ തന്നെ കഴിയട്ടെ. സാധാരണ അവൻ്റെ കൂടെ ഇപ്പോൾ അവൾ കഴിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഒരുമിച്ച് ഉണ്ടായിരുന്നവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുമ്പോൾ അവന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവൻ്റെ ഉള്ളിൽ എന്തായാലും നയനമോളെക്കുറിച്ചിട്ട് ഓർത്ത് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുറത്ത് വരാനായിട്ട് ഇത് സഹായിക്കും. അവളെ കാണാതാവുമ്പോൾ എന്തായാലും അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ നയനമോൾ മാറിക്കിടക്കുന്നത് നല്ലത് തന്നെയാണ്. മോള് കിടന്നോളാൻ പറയാം കേട്ടോ. അതേസമയം തന്നെ മുത്തശ്ശനും പറയുകയാണ്, എങ്കിൽ പിന്നെ അത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ മുത്തശ്ശൻ്റെ ആഗ്രഹം നീ ആദർശനോടൊപ്പം ഇരിക്കാൻ തന്നെയാണ്. പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മുത്തശ്ശനും പറയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നയന എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശിൻ്റെ റൂമിൽ ചെന്നിട്ട് നയനയുടേതായിട്ടുള്ള വസ്ത്രങ്ങളും നയനയുടേതായിട്ടുള്ള സാധനങ്ങളും എല്ലാം തന്നെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അതേസമയം താഴെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്.
അതേ നയന ഇങ്ങനെ ബാഗും ഒക്കെ ആയിട്ട് തൂക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ആദർശ് നയനയോട് ചോദിക്കുക, അല്ല നീ ഇതെന്താ നിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്, നീ എന്താ വീട് മാറി പോവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, വീട് മാറിപ്പോകുന്നല്ല, എന്തായാലും മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എനിക്കങ്ങനെ പോകാനായിട്ട് പറ്റില്ലല്ലോ, എന്തായാലും നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്, ഇനി ഞാൻ അവിടെയാണ് കഴിയുന്നത് കേട്ടോ. കാരണം ഒരുമിച്ച് ഒരേ മനസ്സിൽ പരസ്പരം വിദ്വേഷമായിട്ട് ഒരേ റൂമിൽ കഴിയുന്നത് നല്ലത്, മാറി മാറി താമസിക്കുന്നതല്ലേ. പെണ്ണായി പിറന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എന്നും നിങ്ങളുടെ അടിമയായിട്ട് കഴിയേണ്ട ഒരു കാര്യവും എനിക്കില്ലല്ലോ, എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും, ആ സ്റ്റോർ റൂമിലേക്ക് ഞാൻ മാറുകയാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവൾ പതിയെ ഒഴിവാവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആദർശനാണെങ്കിൽ ഒരു പുച്ഛഭാവം ഉണ്ട്, ഇവൾ എവിടെയെങ്കിലും പോട്ടെ എന്നുള്ള ഭാവത്തിൽ ആദർശ്. ജലജയ്ക്കും ഭയങ്കര സന്തോഷം, എന്തായാലും ഇതിനെ തുടർന്ന് നല്ല അടിവിടെ നടക്കും. പക്ഷേ ജാനകി ചെറിയമ്മയ്ക്ക് ഇത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ജാനകി ചെറിയമ്മ വേഗം തന്നെ നമ്മുടെ നയനയോട് ചോദിക്കുകയാണ്. ചെറിയമ്മ പറയാണ്, മോളെ നീ ചെയ്യുന്ന തീരുമാനം വളരെ മോശമാണ്, നീ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, പിന്നെ നീ എന്നേക്കുമായിട്ട് അവിടെ തന്നെ കഴിയേണ്ടതായിട്ട് വരും. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, അത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ടാണ്, എന്തായാലും അതൊരു ദിവസം മാറും, നിൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയൊക്കെ അംഗീകരിക്കുക തന്നെ ചെയ്യും. നീ ഇങ്ങനൊരു തീരുമാനം എടുക്കരുത് കേട്ടോ. ഇത് തന്നെയാണ് ചെറിയമ്മയ്ക്ക് പറയാനായിട്ടുള്ളത്. അപ്പോഴത്തേക്കും നയന പറയാണ്, എനിക്കിപ്പോൾ അതിലൊരു പ്രതീക്ഷയൊന്നുമില്ല ചെറിയമ്മേ, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി എന്നെ അതിൽ നിന്ന് വിലക്കരുത്, ദയവേത് ഞാൻ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ആദർശേട്ടൻ ബുദ്ധിമുട്ടാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ അവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, അച്ഛനും അമ്മയും ഇതൊക്കെ കണ്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്, അവൾ പറയുന്നത് കേൾക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല അവളുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ഇല്ലാത്ത വിഷമം എന്തിനാ ജാനകി നിനക്കെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ്, അവളുടെ അമ്മായിയമ്മയ്ക്കും അവളുടെ ഭർത്താവിനും അവൾ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അതുപോലെയല്ല, അവളെൻ്റെ സ്വന്തം മോളെ പോലെയാണ്, ഞാൻ അവളെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, അവൾ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ജാനകി പറയാണ്, എനിക്ക് അനിയെ പോലെ തന്നെയാണ് ആദ്യം, എൻ്റെ മക്കളുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കണമെന്നേ ഞാൻ വിചാരിക്കുകയുള്ളൂ, അല്ലാതെ ഇതുപോലെ അവർ വേർപിരിഞ്ഞ് ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. ഇവിടെ പലരും ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവളൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ, പക്ഷെ ഞാനങ്ങനെ ചിന്തിക്കില്ല, കാരണം എനിക്ക് എൻ്റെ നയനമോളെ നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ജാനകി ചെറിയമ്മ. അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ്, അവൾക്കും ഇവിടെ താമസിക്കുമ്പോൾ അവളുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടല്ലോ, അവൾക്ക് അവളുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ടല്ലോ, അപ്പം നമ്മൾ അതിനെയും കൂടെ മാനിക്കണമല്ലോ. എന്നും കുന്നും ആദർശും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ. അവളെന്തായാലും സ്റ്റോർ റൂമിൽ താമസിക്കട്ടെ, അവളുടെ ഇഷ്ടം പോലെ തന്നെ അവൾ ചെയ്യട്ടെ എന്ന് പറയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അമ്മ പിന്നെയും പറയാണ്, അച്ഛ അത് ഇന്നെ ഒരിക്കലും സമ്മതിക്കരുത്, അച്ഛനും അമ്മയും പറഞ്ഞാൽ മാത്രമേ ഇനി അവളത് കേൾക്കുള്ളൂ, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയാണ്, അവളുടെ ഇഷ്ടത്തിന് അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ നയനയ്ക്ക് സമാധാനമാണ്. നയനയ്ക്ക് എപ്പോഴും മുഖത്ത് തെളിച്ചൊന്നുമില്ല, കണ്ണൊക്കെ നിറഞ്ഞു തന്നെ ഇരിക്കുന്നത്. നയന വേഗം തന്നെ സ്റ്റോർ റൂമിൽ ചെന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നയനയുടെ അടുത്തേക്ക് മുത്തശ്ശൻ പോവാണ്. എന്നിട്ട് മുത്തശ്ശൻ നയനയോട് പറയാണ്, മോളെ നീ ഇന്നിങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ സമ്മതിച്ചത് മറ്റൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം ആദർശും അതുപോലെ തന്നെ ദേവയാനിയും നിന്നെ അംഗീകരിക്കും, നിൻ്റെ നന്മ തിരിച്ചറിയുമെന്ന്. അന്ന് ആ ജ്യോത്സ്യം പറഞ്ഞത് മോൾ ഓർക്കുന്നില്ലേ, ഒരു ദിവസം നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ സന്തോഷത്തോടെ വരുന്ന ഒരു ദിവസം ഉണ്ടാവും, അപ്പോൾ ആ ദിവസം ദൈവങ്ങൾ വരെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മോളെ. അങ്ങനെയുള്ളൊരു നല്ലൊരു ദിവസം വരുന്നതിന് മുൻപായിട്ട് ചെറിയ ചില പൊട്ടിത്തെറികളും കരടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെയെല്ലാം തട്ടി മാറ്റാനായിട്ടുള്ള കഴിവ് എൻ്റെ മോൾക്കുണ്ട്. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും നയനയ്ക്ക് വലിയ കൂസലൊന്നുമില്ല. നയന ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം നയനയ്ക്ക് ഇനി അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ല. നയനയുടെ വിശ്വാസം മുഴുവൻ കൈവിട്ടു പോയി. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല രീതിയിൽ വിശ്വാസമുണ്ട് ഇത് നടക്കും എന്നുള്ള. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ.